ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗിളിങ് പോയിന്റ് വരുമ്പോൾ മൈൻഡ് ഒന്ന് കാമാക്കാനായിട്ട് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ നമ്മൾ ഇന്നലെ രാമക്കൽമേട്ടിൽ സ്റ്റേ ആയിരുന്നു നമ്മുടെ കസിൻസിൻ്റെ വീട്ടിൽ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് അവരുടെ വീട്. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ വന്നിട്ട് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ ഏലം കൃഷി കാണാനായിട്ട് പോയി. ഇതാണ് ഏലം തോട്ടം. ഇതിലിപ്പോൾ പൂവൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. 1-2 ചെടിയിലൊക്കെ കായൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഈ ഏലത്തിൻ്റെ ഇവിടെ നല്ലതായിട്ട് മഴ പെയ്ത കാരണം നല്ലതായിട്ട് തെന്നിക്കിടക്കുമായിരുന്നു. സൂക്ഷിച്ച് വേണം നമ്മൾ ഇതിൻ്റെ മുന്നിലേക്ക് പോകാനായിട്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ അമ്മയുടെ സ്ഥിരം കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് രാമക്കൽമേട്ടിലേക്കാണ്. രാമക്കൽമേട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ചെന്ന് നേരെ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് കമ്പംമേട്ടാണ്. കമ്പംമേട്ട് തമിഴ്നാട്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ കാണുന്നതാണ് ആമപ്പാറ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് കാറ്റ് വീശുന്ന സ്ഥലമെന്ന് പറയുന്നത് രാമക്കൽമേടാണ്. ഞാനിവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ന്യൂസ് കിട്ടിയത്. ഇതാണ് കുറുവൻ കുറുവത്തി. ഈ കുറുവൻ കുറുവത്തി നേരെ നോക്കിയിരിക്കുന്ന ഇടുക്കി ഡാമിലേക്കാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനിയും വീട്ടിലേക്ക് പോയി. ഇനി ബാക്കി കാഴ്ചകൾ